ഇഞ്ച് കൊണ്ട് സാധിക്കില്ല. കാരണം അതിന് തലയിൽ ആൾതാമസമാണ് ഉണ്ടാവേണ്ടത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുകയാണ്. നിങ്ങൾ ആലോചിക്കണം, മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുക. രാജ്ഭവന് മുമ്പിലെ കോൺഗ്രസിന്റെ സമരത്തിൽ ആ വേദിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ജനീഷ് പറഞ്ഞത്, എന്റെ അമ്മ 9 വർഷം തൊഴിലുറപ്പിന്റെ തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാളാണ്. അമ്മ ഇനി ആ പണിക്ക് പോണോ എന്ന് മകനെന്ന നിലക്ക് ഞാൻ ചോദിച്ചപ്പോ എനിക്കൊരു മരുന്ന് വാങ്ങാൻ, എന്റെ ഒരു കാര്യം നടത്താൻ ഞാൻ ഇനി ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ടതില്ല എന്ന് ആ അമ്മ പറഞ്ഞ മറുപടിയാണ് ഈ രാജ്യത്തെ കോടാനുകോടി പാവപ്പെട്ട സ്ത്രീകളെ അവരെ ഇത്രയും ശക്തരാക്കി മാറ്റിയത് എന്ന കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ നിയമത്തെ, ആ ആക്ടിനെ, ആ അവകാശത്തെ അതിനിപ്പോ ഒരു സ്കീമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. 60-40 മാറ്റാൻ ശ്രമിക്കുന്നു. പാവപ്പെട്ട കുട്ടികളുടെ LSS-ഉം USS-ഉം പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോ എങ്ങനെയാണ് 2000 കോടി രൂപ ആ തൊഴിലുറപ്പിലെ അമ്മമാരുടെ കൂലി കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുക? ഇന്ത്യയുടെ പാവപ്പെട്ടവന്റെ സാമ്പത്തിക ഭദ്രതയെ അതിനെ കൊല്ലാൻ നരേന്ദ്രമോദിയും ഗവൺമെന്റും ശ്രമിക്കുന്നു. അവിടെയും വിഭാഗീയതയാണ് ആയുധം, അവിടെയും അഴിമതി, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഴിമതിയാണ് മാർഗം. അവിടത്തെ അതേപോലെ തന്നെ ഇവിടെയും ഒരു ഗവൺമെന്റിന്റെ പെരുമാറ്റം മാറുന്നു, അതിന്റെ നേതൃത്വം മാറുന്നു. എല്ലാ ധാരണകളും PM ശ്രീയിൽ ഒപ്പിട്ടതുൾപ്പെടെയുള്ള എല്ലാ ധാരണകളും പരസ്യമായ ബാന്ധവമായി മാറുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-കാർ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കാൻ പോകുന്നത് മോഡി പിണറായി കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ ഒരു നല്ല സഖാവിന്റെ മുമ്പിൽ വോട്ടിംഗ് മെഷീൻ വന്നാൽ അവരും കുത്താൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഈ ഉജ്ജ്വല സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ, ഈ ഉജ്ജ്വല സമ്മേളനത്തിന് പങ്കാളികളാവാൻ കാലം കേരളവും ആവശ്യപ്പെടുന്ന മാറ്റത്തിന് നേതൃത്വം നൽകാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപക ശ്രേഷ്ഠർക്ക് ഒരിക്കൽ കൂടി കോഴിക്കോടിന്റെയും KPCC-യുടെയും ഇവിടുത്തെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഹൃദയാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി.